ഹലോ, നമ്മളെല്ലാവർക്കും 2 നേരവും കഴിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ചോറ്. ഇന്ന് ഒരുപാട് പലഹാരങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ചോറ് എങ്ങനെ വെക്കുന്നതെന്നുള്ളതാണ്. ചോറ് ഗ്യാസിൽ വളരെ പെട്ടെന്ന് ഏറ്റവും വേവുള്ള അരിയാണെങ്കിൽ പോലും വേവുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. കുക്കറൊന്നും വേണ്ട. കുക്കറിനകത്ത് വെച്ച് ചോറ് പിള്ളേർക്കും ഇഷ്ടമല്ല, പല ആണുങ്ങൾക്കും അല്ലെങ്കിൽ ആർക്കും അറിയില്ല എങ്ങനെ ഇത് എന്തുവാ തിന്നാൻ പറ്റാത്തതെന്ന്. പക്ഷേ ചിലർക്ക് വായിൽ ഇപ്പോൾ നമുക്ക് കഴിച്ച് ശീലമുള്ളവർക്കാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് കുക്കറിൽ വെച്ച് ചോറാണ്. അത് പിള്ളേർ കഴിക്കണില്ല. എന്തുകൊണ്ടാണ് കുട്ടികൾ കഴിക്കാത്തതെന്നുള്ളതിൻ്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ ചോറ് കൊടുത്തു വിടേണ്ട അമ്മമാർ ചെയ്യാനുള്ള പ്രത്യേകം, അത് ഓഫീസിൽ പോകാനുള്ള ഭർത്താക്കന്മാരായാലും വീട്ടിൽ നമുക്ക് ജോലിക്ക് പോകാനുള്ളതാണെങ്കിലും ഏറ്റവും എളുപ്പമായ മാർഗ്ഗമാണിത്. രാത്രി ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഏറ്റവും വേവ് കൂടിയ അരിയുടെ കാര്യമാണ്. ഏറ്റവും വേവ് കുറഞ്ഞ റേഷൻ അരിയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡ് ഒരൊറ്റ ടൈം ചെയ്ത് അടച്ചിടുമ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയാൽ ചോറ് വെന്തിരിപ്പുണ്ടാവും. ഇതിപ്പം ഞാൻ എടുത്തേക്കുന്നത് ജയ അരിയാണ്. രാത്രി ഇപ്പം രാവിലെയാണ് നമുക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുവന്നിരിക്കട്ടെ. രാവിലെ പോകാനുള്ളതാണെങ്കിൽ രാത്രി നമ്മൾ കലം കഴുകി വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം അരി കഴുകി അതിനകത്ത് ഇടുക. ഇതേപോലെ തന്നെ ഇത് നോക്കി വളരെ വ്യക്തമായിട്ട് നോക്കിക്കോ, നല്ല കറക്റ്റായിട്ട് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചോറ് വെക്കാൻ പ്രയാസപ്പെടുന്ന ആണുങ്ങൾക്കൊക്കെ ഗ്യാസിനകത്ത് ചോറ് എങ്ങനെ വെക്കുന്ന അറിയത്തില്ല. കണ്ടമാനം ഗ്യാസ് കളയുന്നതിലൊന്നും കാര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് പോകുന്നതല്ലാതെ ശരിക്കും ചൂട് 100 ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കഴിഞ്ഞാൽ 110 വരത്തില്ല. അപ്പോൾ 100 കഴിഞ്ഞ് മാക്സിമം ആണ്. മാക്സിമം കഴിഞ്ഞാൽ അടച്ചിടുക, ഓഫാക്കുക. അത് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ അതിൻ്റെ ചൂടാക്കി നാറി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഈ സെയിം പരിപാടി തന്നെ ഒന്നും കൂടെ ആവർത്തിക്കുക. വീണ്ടും ഗ്യാസ് ഓണാക്കുക, വീണ്ടും ഒരു തിളയ്ക്കുക, ജസ്റ്റ് ഓഫാക്കിയിടുക. ഇതേപോലെ ഏറ്റവും ടോപ്പ് വേവുള്ള അരി 3ാമത്തെ പ്രാവശ്യം വെന്തിരിക്കും, യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ചുവന്ന മട്ട അരിയൊക്കെ ആണെങ്കിൽ രാത്രി ഒന്ന് തിളപ്പിച്ച് രാവിലെ ഏറ്റവും വേവുള്ള മട്ടയരിയാണെങ്കിൽ 2ാമത്തെ പ്രാവശ്യം ഓണാക്കി ആകുമ്പോഴത്തേക്കും അത് വേവിട്ടുണ്ടാവും. പിന്നെ കുറഞ്ഞ വേവുള്ളത് അങ്ങനെ ഒറ്റ തിളയ്ക്കും വേവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഈ ചോറ് വെച്ച് ശ്രമിച്ച് നോക്കുക. വളരെ കുറഞ്ഞ ഗ്യാസ് മതി. നമ്മൾ തിളച്ച് തൂവി കലം ഗ്യാസും ഒന്നും വൃത്തികേടാവുകയില്ല. പിന്നെ ഗ്യാസ് ഒന്ന് ഓണാക്കി ഇട്ടിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ഇവിടെ വന്ന് കടന്നിട്ട് വയ്യാത്ത ആൾക്കാരാണെങ്കിൽ വന്ന് കടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എണീച്ച് പോയി ഒന്ന് തിളയാകുമ്പോഴത്തേക്ക് അതങ്ങ് ഓഫാക്കിയിട്ട് വന്ന് തിരിച്ച് വന്ന് കിടക്കുകയും ചെയ്യുക. കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ഓണാക്കുമ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടാവും. അപ്പം മിക്കവാറും ആൾക്കാർക്ക് ഈ ചോറ് ഭയങ്കര ഒരു പ്രയാസപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും 2 നേരം കഴിക്കുന്ന ഒരു ഐറ്റമാണ്. ഇല്ലെങ്കിലും ഒരു നേരം ചോറ് കഴിക്കാത്ത വീടുകൾ എന്തായാലും ഉണ്ടാവില്ല. ആദ്യം തന്നെ നമ്മളെ ഇങ്ങനെയുള്ള എളുപ്പമായ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ചോറ് വെക്കുന്ന കാര്യത്തിലാണ്. അതുപോലെ പൊടിയരി കഞ്ഞിയാണെങ്കിൽ ഇതുപോലെ ഒരൊറ്റ തിളച്ചിട്ട് ജസ്റ്റ് ഒന്ന് നല്ലപോലെ തിളയാക്കുമ്പോഴത്തേക്കും എന്നിട്ട് ജസ്റ്റ് നല്ലപോലെ അടച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പൊടിയരി കഞ്ഞിയും വെന്തിട്ടുണ്ടാവും. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. വിദേശത്ത് ജോലി ചെയ്യുന്ന ആണുങ്ങൾക്കായാലും പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കായാലും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിട്ട് വീട്ടിലെ ആൾക്കാരില്ലാത്തവരാവട്ടെ വയസ്സായ അമ്മമാരാവട്ടെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. കുക്കർ വേണ്ട, പിന്നെ അതുപോലെ തന്നെ റൈസ് പോട്ട് വേണ്ട, ഒന്നിലും ഇറക്കി വെക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിലൊക്കെ ഇറക്കി വെക്കുമ്പോഴൊക്കെ ഈ ഒരു സംഭവം തന്നെയാണ് അതിനകത്തുള്ളത്. ഈ ചൂട് അതിനകത്ത് അടഞ്ഞു നിന്നിട്ട് വേവുകയാണ്. അല്ലാതെ അതിൻ്റെ കുറച്ച് നേരം ചൂട് നിൽക്കും തെർമൽ കുക്കറിലൊക്കെ. അല്ലാതെ ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സ് കൊണ്ട് തന്നെയാണ് അത് ചോറൊക്കെ വേവുന്നത്. അപ്പോൾ കലത്തിനകത്ത് വെള്ളം എടുക്കുക, അരി കഴുകിയിടുക, ഒരു തിളയ്ക്കുക, ഓഫാക്കിയിടുക, വീണ്ടും ഒരു തിളച്ച് വെയിറ്റ് ചെയ്യുക, കുറച്ച് കഴിയുമ്പോൾ ഓഫാക്കിയിടുക. അപ്പം തന്നെ ആ ചൂട് ആറുന്നതിന് മുന്നേ തന്നെ വേണ്ട, ആ ചൂട് കുറച്ച് നാറി കഴിയുന്നതിനും വരെ വെയിറ്റ് ചെയ്ത് ഇതിൻ്റെ രാത്രിത്തെ കാര്യമാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മാത്രം മതി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. ചോറ് വെക്കുന്ന മെത്തേഡാണ് ഗ്യാസിൽ. ഞാനധികവും ചോറ് വെക്കൽ അടുപ്പിലൊക്കെ തന്നെയാണ്. പിന്നെ ഇതുപോലെ എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ രാത്രി നമുക്ക് എന്തായാലും ഞാൻ ജയ അരിയാണ് ഇവിടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ 2 തിളച്ച് പിന്നെ ഇച്ചിരി ചില അരികൾ ജയ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. നല്ല വേവുള്ളതാണെങ്കിൽ നമ്മൾ 3 പ്രാവശ്യം ഇതേപോലെ ചെയ്യേണ്ടി വരും. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇതുപോലെ ആവശ്യക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കാതെ ചെയ്തു വെക്കുക. കാരണം ഇതെല്ലാവർക്കും ഉപകാരമുള്ളൊരു കാര്യമാണ്. ഞാനിത് ട്രെയിൻ യാത്രയ്ക്കിടയിൽ 1-2 അമ്മമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
ഇതുപോലെ കന്യാസ്ത്രീ മഠത്തിൽ ഒരു അമ്മ അവിടെ നിൽക്കുന്ന അമ്മ ഇതുപോലെ ചോറ് വെക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ ചെയ്താൽ മതി, അപ്പോൾ അമ്മയ്ക്ക് അത് വളരെ ഉപകാരമാവുമെന്ന് പറഞ്ഞു. അമ്മ അത് ചെയ്തു നോക്കി, അത് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞ് എനിക്ക് കോൾ ചെയ്യുകയും ചെയ്ത്. അപ്പോൾ ഇതുപോലെ കണ്ട ഞാനത് ഊറ്റുന്ന കണ്ടില്ലേ, അപ്പോൾ അത് കറക്റ്റ് വേവായിട്ടുണ്ട്. ഇത് ഞാൻ 3 പ്രാവശ്യമാണ് അതേപോലെ തിളപ്പിച്ചേക്കുന്നത്. ഏറ്റവും വേവ് കൂടിയ ഒരു ജയ അരിയാണിത്. കുറുവ അരിയാണെങ്കിൽ 2 പ്രാവശ്യം കൊണ്ട് വേവും. പിന്നെ റേഷൻ അരിയാണെങ്കിൽ ഒരു ഒറ്റ തിളച്ചിട്ട് ഇതുപോലെ അടച്ചിട്ടാൽ മാത്രം മതി. എല്ലാവരും ട്രൈ ചെയ്യുക. അവരവരുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബായ്.